ഞാൻ പൊയ്ക്കോട്ടെ വേണോട്ടെ കല്യാണത്തിന്. കല്യാണം കഴിഞ്ഞിട്ട് നീ ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞല്ലേ? അരുതെന്ന് പറയുന്നില്ല, ഞാനും വരാം നിന്റെ കൂടെ. പുതുപ്പെണ്ണല്ലേ, നല്ല ഭംഗിയായി അണിഞ്ഞൊരുങ്ങി വേണം പോവാൻ. ആര് കണ്ടാലും സിദ്ധാർത്ഥന്റെ പെങ്ങളൊരു മോശം പറയരുത്. നീ ഒരുങ്ങി വാ, ഞാൻ പുറത്ത് കാത്തിരിക്കാം. വേണുവേട്ടാ, വേണുവേട്ടാ, ഞാൻ റെഡി. നീ റെഡിയായല്ലേ? നീ റെഡിയായല്ലേ? നീ ഇന്ന് കുളിച്ചോ? നീ ഇന്ന് കുളിച്ചോന്ന്? കുളിച്ചു. ഒരു കുളി നല്ലതാ. ഈ ഭൂമിയിലൊട്ടൊരു ജീവൻ അങ്ങ് പിറന്നു കഴിഞ്ഞും ഒരു ജീവൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പറന്നു പോയി കഴിഞ്ഞും ഓരോ കുളി നല്ലതാ. ആ നല്ല സാരി, ഇത് പുതിയതാ? അല്ല. ആഹാ, അതുപോരാ, പുതുവസ്ത്രം ഉടുത്തു വേണം പോവാൻ. പക്ഷേ ഈ സിന്ദൂരം എന്തിനാടി? അതങ്ങ് തുടച്ചളഞ്ഞേക്ക്. വേണുവേട്ടന് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ വേണു എന്നെ കൊന്നു. പക്ഷെ ഈ സിന്ദൂരം മാത്രം തുടച്ചു കളയരുത്. എന്റെ കൈ തടയാറായോ നീ? പറഞ്ഞ കേക്കില്ലല്ലേ? അമ്മയൊന്നും ചെയ്യല്ലേ അച്ഛാ? ഓടി കേറി പോവാൻ. എവിടാണ് നിനക്കിപ്പോ പോകേണ്ടത്? നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിനോ? നിന്റെ ഒരു ചേട്ടൻ വർക്ക്ഷോപ്പിലെ ഓയിലും ഗ്രീസിലും നുളയ്ക്കുന്ന പുഴു. അവനെന്ന് കെട്ടാൻ പോകുന്നതേ കോടീശ്വരിയായ മാനസയ്യ. ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ. പകരം എനിക്ക് കിട്ടിയതോ ഒരു എടുക്കാച്ചടക്കിന്. തകർന്നതെന്റെ ജീവിതവും സ്വപ്നങ്ങളും. ആ കല്യാണത്തിന് ഇലയിട്ടിരുന്നുണ്ട നിനക്ക് പോണോ അല്ലടി? ആരോടി പിശാച നിന്റെ അച്ഛൻ?
ഇനി 2 സാക്ഷികളുടെ ഒപ്പുകൂടി വേണം. വരന്റെ ഭാഗത്തുനിന്ന് ഒപ്പ് ഞാനിടാം. ശരി. ദാ. ഇനി വധുവിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മൈനമോട് തന്നെ ആവട്ടെ. കൺഗ്രാറ്റ്സ്. ഇനി ചടങ്ങുകൾ നടക്കട്ടെ. താങ്ക്സ്. നിൽക്ക്. ഇനി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ആഘോഷങ്ങൾക്ക് ഇനി ഒരല്പം മധുരമാവാം. വധൂവരന്മാർക്കുള്ള ആദ്യ സ്വീറ്റ് എന്റെ സ്പോൺസർഷിപ്പില്. മൈന, നീ ആ മധുരം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്ക. മധുരം പോലെ പല പല കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇത് മാത്രം സ്പോൺസർ ചെയ്യാനുള്ള കഴിവേ ഈ പാവം മെർലിനുള്ളു മോളെ. ഈ ലഡുവിന്റെ പേയ്മെന്റ് വാങ്ങിയതാ. ഒരു മിനിറ്റ്. ഭാര്യക്കൊരൽപ്പം മധുരം കൊടനിയ. മനസ്സേ, അഞ്ജലിയാ. അവൾക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് വെരി അർജന്റ്. മനസ്സ, ഞാൻ അഞ്ജലിയാണ്. അഞ്ജലി, നീ നല്ല കക്ഷിയാ. സെലക്ടഡ് ആയിട്ട് കുറച്ചുപേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞു അല്ലേ? മനസ്സേ, ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ ഒരു ആക്സിഡന്റ്. ആർക്ക്? നമ്മുടെ CA ഇല്ലേ, സുഷമ പ്രകാശ്. അന്ന് കല്യാണവേദിയില് നിന്നെ സഹായിക്കാൻ വന്നു. സുഷമയ്ക്കോ? അതെ, സുഷമയ്ക്ക് തന്നെ. ഞാൻ ആ സ്പോട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നേ. എന്ത് ആക്സിഡന്റ്? അവരുടെ കാറില് ഒരു ലോറി ഇടിച്ചു. എന്നിട്ട് അവിടെ തന്നെ കിടക്കുക. ആരും സഹായത്തിനില്ല. എല്ലാരും കാഴ്ച കണ്ട് നിൽക്കുക. ഓരോ നിമിഷവും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. നീ എവിടെയുണ്ട്? എന്തെങ്കിലും ചെയ്യ്. ഞാൻ തനിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സുഹൃത്തുക്കൾ പോലും കൂട്ടിനില്ലടി. ഏട്ടാ, നമ്മുടെ സുഷമ. സുഷമയ്ക്ക് എന്ത് പറ്റി?
സുഷമയ്ക്ക് ആക്സിഡന്റ്. എവിടെ? ബൈപ്പാസ് റോഡിലാ. സഹായിക്കാൻ ആരുമില്ല ഏട്ടാ. റോഡിൽ കിടക്കുക. ഏട്ടാ എന്ത് ചെയ്യും? സിദ്ധാർത്ഥ, പേടിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഒരു കണക്കിന് നമ്മൾ ഒന്നിക്കാൻ തന്നെ കാരണം അവരാ. എല്ലാം എനിക്കറിയാം മനസ്സേ. ആരും സഹായത്തിനില്ലാതെ ചോര വാർന്ന റോഡിൽ എത്ര നേരം കിടന്ന പാവം. എല്ലാരെയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളൂ. അത് ചോരയിൽ കുളിച്ച് ആ ജീവൻ നടു റോഡിൽ കിടന്ന് പെടയുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര പേര് കടന്നു പോയിട്ടുണ്ടാവും അതുവഴി. അതിലൊരാൾ ഞാനായിരുന്നു മനസ്സേ. സിദ്ധാർത്ഥൻ എന്തായി പറയുന്നേ? അതുവഴി തന്നെ മനസ്സാ ഞങ്ങളുടെ കാറും വന്നത്. ഒന്ന് നിർത്തി നോക്കാൻ തോന്നിയില്ല. മുഹൂർത്തത്തിന് വൈകുന്നു എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ എന്നെ. നമ്മുടെ കല്യാണത്തിന് വരുന്ന വഴിയാ സിദ്ധാർത്ഥ അവര്. എനിക്കറിയാം മനസ്സാ, സംഭവിച്ചു പോയില്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഫേസ് ചെയ്യാം, അല്ലാതെ വഴിയില്ലല്ലോ. അതെ, വണ്ടി ഒന്ന് സ്പീഡിൽ പോവോ പ്ലീസ്? മോളെ കരയാതെ, ഇത് അച്ഛമ്മയല്ലേ? ഇതെന്തു പറ്റി മോളെ? ഗോപുമോളെ പോലെ അംബികയും സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണു അല്ലേ? ഈ സ്റ്റെപ്പിന് ഇങ്ങനെ വഴുക്കലുണ്ടായാൽ ശരിയാകില്ലല്ലോ മോളെ. ഡോക്ടർ, സുഷമ പ്രകാശിനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. മാഡം, ഗൗരി ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഗൗരിയുടെ സിസ്റ്ററിലോ ഇരിക്കുന്നത്. ആക്സിഡന്റ് ആയി വന്ന പേഷ്യന്റ് അല്ലേ? അതെ. നിങ്ങളുടെ ആരാ ഈ സുഷമ പ്രകാശ്? എന്റെ സിസ്റ്റർ ഡോക്ടർ സുഷമ. ഡോക്ടർ ഗൗരി ഇപ്പൊ വരും. അവർക്ക് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മാഡം. ഗൗരിജി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല,
നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? വേഗം വീട്ടിൽ പോ. ഞങ്ങൾ പോകുന്നില്ല ചേച്ചി. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്. ഞാൻ തിയേറ്ററിലേക്ക് പോട്ടെ. ഗൗരിച്ചി, സുഷമയ്ക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഹെഡിലും ചെസ്റ്റിലും ഇഞ്ചുറി ഉണ്ട്. സീരിയസ് ആണെന്ന് പറഞ്ഞു. എങ്കിലും നേരിട്ട് കാണാതെ എനിക്കൊന്നും പറയാനാവില്ല. പിന്നെ എന്തെങ്കിലും അറിയാനായിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണമെന്നൊന്നുമില്ല. തിയേറ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി തരാൻ ആളെ വിടാനൊന്നും പറ്റില്ല. സിദ്ധാർത്ഥ, സുഷമ, ഒന്നും സംഭവിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാൻ മനസ്സേ. നമുക്കതിലേ സാധിക്കൂ. ഗൗരിച്ചിയാണോ സിദ്ധു സുഷമയെ ഓപ്പറേഷൻ ചെയ്യുന്നത്? അതെ. ഏയ്, ഞാൻ പറഞ്ഞില്ലേ നല്ലത് മാത്രം പ്രതീക്ഷിക്കാൻ. ഏയ് മാനസ, അവിടെ നിൽക്കേ. എന്ത് കാര്യമായാലും നമുക്ക് നാളെ സംസാരിക്കാം. നാളെ എനിക്ക് നിന്നോട് ഇപ്പൊ തന്നെ സംസാരിക്കണം. പറ്റുമോ ഇല്ലയോ? അമ്മ സംസാരിക്കേ. എന്താടാ ഇത്? ഇതൊരു പെണ്ണല്ലേ? ഇവളുടെ തലയിൽ ഈ കെട്ടെന്താണെന്നാ ചോദിച്ചത്. അവളുടെ തലയിൽ ചിലപ്പോ കെട്ട് കാണും, കാലിന് ചങ്ങല കാണും. അത് എന്നോട് ചോദിക്കാം. നിന്നെ ഞാൻ അമ്മേ വേണ്ടമ്മേ. നിന്റെ കവിളിലെ നാളെ ഈ പാട് തെണുത്ത് കിടക്കും. ആരെങ്കിലും ചോദിച്ചാലേ പെറ്റതള സമ്മാനമാണെന്ന് മറക്കാതെ പറയണം നീ. സുഷമ മേഡത്തിന് എങ്ങനെയുണ്ട്? ഡോക്ടർ ഗൗരി വരുന്നുണ്ട്, അവർ പറയും. ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ, ഏറ്റവും നല്ലതിന് വേണ്ടി. ഒന്നും പേടിക്കാനില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു. ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കോ ഗൗരിജി? അതിന് കുറച്ചുകൂടി സമയമെടുക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റണം. നിങ്ങൾ പോരുന്നുണ്ടോ എൻ്റെ കൂടെ വീട്ടിലേക്ക്? ഇല്ല ഗൗരിജി, എനിക്കൊന്ന് കാണണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നതാണ് രാജേന്ദ്രൻ നിന്നെ ഇപ്പൊ പുറത്തോട്ടൊന്നും കാണാത്തത്? പകൽ വെളിച്ചത്തിൽ നിന്നെ കാണിട്ട് ഇപ്പൊ എത്ര നാളായി? നല്ല സുഖമില്ലായിരുന്നു. സുഖമില്ലെങ്കിലും ഇത് വലിച്ചു കയറ്റുന്നതിന് ഒരു കുറവുമില്ലല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരി. അവന്റെ ചെലവിലെ ഇപ്പൊ മോന്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പണിക്കൊന്നും പോയില്ലേലും അവന്റെ കൈ നിറയെ കാശാ. എവിടുന്ന ഇത്രയും പണം? മിണ്ടാതിരുന്ന് നക്കിയിട്ട് പോടാ.
വല്ല കൊള്ളരുതാത്ത രീതിയിൽ ഉണ്ടാക്കിയ കാശാണെങ്കിലേ ഒതകത്തിലോട്ടോ പറഞ്ഞേക്കാം. കൊള്ളുന്നതും കൊള്ളാത്തതും ഒക്കെ ഈ രാജേന്ദ്രൻ തീരുമാനിക്കും. രാജേന്ദ്രന്റെ രോമത്തിൽ പോലും തൊടില്ല ഒരുത്തൻ. ടിപ്പർ ഓടിയ ഡീസൽ തീരുവോളം, ഡ്രൈവർ ഓടിയാലേ ആംബിയർ തീരുവോളം. അത്രേ ഉള്ളടാ രാജേന്ദ്ര. പുന്നാര മോനെ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വണ്ടി അടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് നീ എന്റെ വണ്ടി ഒന്നും ആരെ ഇടിച്ചിട്ടില്ല. എടാ മോനെ, എടാ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയാലും ചേസ് നമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എടാ നിന്റെ വണ്ടിയെ പറന്നു വന്നിരിക്കുന്ന കാക്കയുടെ ബുദ്ധി പോലും നിനക്ക്